ആനക്കട്ടി വനത്തിനുള്ളിൽ പടർന്നിരുന്ന മഞ്ഞിൻ്റെ മൂടുപടലത്തിന്മേൽ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. എല്ലാ നടപടിക്രമങ്ങൾക്ക് ശേഷം മുത്തുവിൻ്റെ മൃതദേഹം വനത്തിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായി. വനമേഖലയായതിനാൽ ആളുകളുടെ ബഹളവും തിരക്കും അധികമില്ല. ചുറ്റുമുള്ള ആദിവാസി ഊരിൽ നിന്നും വിവരം അറിഞ്ഞെത്തിയ ഏതാനും ആളുകൾ മാത്രം. തേനെടുക്കാൻ വനത്തിൽ പോയ ആദിവാസികളാണ് വഴിയരികിൽ കുറുകെ കിടക്കുന്ന വാഹനവും അതിനു മുകളിൽ പതിഞ്ഞിരുന്ന രക്തവും കണ്ടത്. പോലീസിന് വിവരമറിയിച്ചു. വീണ്ടും അതേ മൃഗം തന്നെ അല്ലേ രാമേട്ട? അലക്സ് ജോസഫ് SI രാമേട്ടന് നേരെ മുഖമുയർത്തി നോക്കി. അതെ സാർ, അത് തന്നെ. എങ്കിലും എന്താ സംശയം? ഉള്ളിൽ ഒതുക്കിയ പോലെ രാമചന്ദ്രൻ വാക്കുകളിൽ പാതി വഴിയിൽ നിർത്തി. അളവ് ടേപ്പ് കയ്യിലെടുത്ത് മണ്ണിൽ പതിഞ്ഞിരുന്ന കാൽപ്പാടുകൾ അളന്നു. ചെളിയിൽ പതിഞ്ഞ ആ കാൽപ്പാടുകൾക്ക് കൂർത്ത 4 വിരലുകളുടെ അടയാളം ആണ് ഉണ്ടായിരുന്നത്. അതെ സാർ, എൻ്റെ സംശയം ശരിയാണ്. ജോഗിയുടെ കേസ് ഡയറി നോക്കി രാമേന്ദ്രൻ നായർ അലക്സിനോട് പറഞ്ഞു. ജോഗിയെ കൊന്ന അതേ രീതിയിലാണ് മുത്തുവിൻ്റെ കൊലപാതകമെങ്കിലും ഇത് നടത്തിയിരിക്കുന്ന വേറൊരു വ്യക്തിയല്ലെങ്കിൽ ഒരു മൃഗമായിരിക്കും. ജോഗിയുടെ കൊല നടത്തിയ സ്ഥലത്ത് നമ്മൾ കണ്ടെടുത്ത കാൽപ്പാടുകളുടെ അളവിനേക്കാൾ ചെറുതാണ് ഈ